മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ദുർഗയ്ക്കും വാമദേവനും പ്രതാപനും ഒക്കെ കണ്ണൻ രജൻ്റെ ആത്മാവ് തങ്ങളെ ശല്യം ചെയ്യാൻ വരുന്നത് പോലെ കാണുന്ന ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉണ്ണിയുടെ മനസ്സിനെ അലട്ടുന്ന ഏറ്റവും വലിയ ആദി കണ്ണേട്ടൻ തങ്ങളെ ചതിക്കുവാണോ എന്നുള്ള കാര്യത്തിലാണ്. കമലേശ്വരം കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് വന്ന കണ്ണനും മഹാലക്ഷ്മിയും ഒരു റൂമിൽ പരസ്പരം സംസാരിച്ചിരിക്കുവായിരുന്നോ, അതോ അവർ തങ്ങളിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നാടകം കളിക്കുവാണോ എന്നുള്ള സംശയം വളരെ ശക്തമായിട്ട് ഉണ്ണിയുടെ മനസ്സിനെ പിടിച്ചുലക്കി. മാത്രമല്ല, മേഘനും നമ്മുടെ കണ്ണേട്ടനും കൂടി ഒരുമിച്ചാണ് അന്ന് സംസാരിക്കാനെന്ന് പറഞ്ഞ് തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ നിന്ന് പോയത്. പിന്നെ എങ്ങനെ അവിടെ മാർക്കോ പെട്ടെന്ന് അവിടെ എത്തിച്ചേർന്നു? മാത്രമല്ല, മാർക്കോയെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ആളുണ്ടായിരുന്നു. പക്ഷേ മേഘേട്ടനാണെങ്കിൽ ഒരുപാട് ചോര വാർന്ന് ക്രിട്ടിക്കലായതിനു ശേഷമാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. ഇനി കണ്ണേട്ടനായിരിക്കുമോ മാർക്കോയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്? എന്തുകൊണ്ട് മാർക്കോയെ കൊണ്ടുപോയ അതേ ആളുകൾ നമ്മുടെ മേഘേട്ടനെ കൊണ്ടുപോയില്ല? അങ്ങനെ ക്രിട്ടിക്കലായതുകൊണ്ട് മാത്രമല്ലേ മേഘേട്ടൻ കോമയിലേക്ക് മാറിയതും അതുപോലെ മേഘനിൽ നിന്നും സത്യങ്ങൾ തിരിച്ചറിയാൻ പറ്റാതായതും? ഇതിൻ്റെയൊക്കെ പിന്നിൽ മറ്റെന്തോ ചതി നടക്കുന്നതായിട്ട് ഉണ്ണി ശക്തമായിട്ടും വിചാരിക്കുന്നുണ്ട്. അത് കരുണയോട് പറയുമ്പം കണ്ണേട്ടനെ വെറുതെ സംശയിക്കേണ്ട, കണ്ണേട്ടൻ വളരെ ശക്തമായിട്ട് തന്നെ മഹാലക്ഷ്മിയെ വെറുക്കുന്നുണ്ട്. ചുമ്മാ നിങ്ങൾ പിന്നാലെ നടന്ന് കണ്ണേട്ടൻ്റെ പിന്നാലെ നിങ്ങൾ സംശയിച്ച് നടക്കുന്നു എന്നുള്ളൊരു തോന്നലിൽ കണ്ണേട്ടന് വെറുപ്പ് തോന്നിപ്പിക്കേണ്ട. ഇനി കിട്ടാനിരിക്കുന്ന കാര്യങ്ങളും കൂടി നിങ്ങളായിട്ട് ഇല്ലാണ്ടാക്കണ്ട. മഹാലക്ഷ്മിയെ അധികം താമസിക്കാതെ ബന്ധം ഒഴിയൂ എന്നൊക്കെ പറഞ്ഞാണ് കരുണ ഇരിക്കുന്നത്. പക്ഷേ കരുണ പറയുന്നത് പോലെ ഒന്നുമല്ല കാര്യങ്ങളെന്ന് ഉണ്ണിക്ക് തോന്നി തുടങ്ങിയിരിക്കുന്നു. എന്തായാലും മനസ്സിൽ വീണ ഈ കരട് കണ്ണേട്ടൻ്റെ പിന്നാലെ നടന്ന് തന്നെ കണ്ടുപിടിക്കണം. ഇപ്പോൾ എന്തായാലും ജോലിയും കൂലിയില്ലാണ്ടിരിക്കുമല്ലേ, അപ്പം ഇങ്ങനൊരു ഡ്യൂട്ടിയും കൂടി ഏറ്റെടുക്കാൻ ഉണ്ണി തയ്യാറാകുന്നു. തൻ്റെ സംശയം തുറന്നു പറയാൻ പറ്റുന്ന ആളുകളാണ് നമ്മുടെ മേഘനും അതുപോലെ വാമദേവനും അമ്മയും കരുണയൊക്കെ. പക്ഷെ അമ്മയും കരുണയ്ക്കും കണ്ണനെ യാതൊരു സംശയവുമില്ല. കണ്ണൻ്റെ ആക്ടിങ് പൂർണ്ണമായിട്ടും വിശ്വസിച്ചിരിക്കുവാണ് അവർ രണ്ടുപേരും. എന്നാൽ വാമദേവൻ അമ്മാവനോട് ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്കും വാമദേവൻ അമ്മാവൻ പറയുന്നുണ്ട്, നിനക്ക് അങ്ങനെ ഒരു സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നീ കണ്ണൻ്റെ പിന്നാലെ നടക്കണം. നിനക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലല്ലോ. പലതവണ അവനും അവളും നമ്മളെ എല്ലാവരെയും പറ്റിച്ചിട്ടുണ്ട്. ഇനിയും അങ്ങനെ ഒരു ചതി പറ്റാൻ പാടില്ല. മേഘന് വയ്യാണ്ടായി കിടക്കുവായതുകൊണ്ട് മാത്രം നമുക്ക് സത്യങ്ങളൊന്നും അറിയാൻ പറ്റില്ല. അല്ലായിരുന്നെങ്കിൽ മേഘൻ ഉറപ്പായിട്ടും നമ്മളോട് സത്യങ്ങൾ തുറന്നു പറഞ്ഞേനെ. അന്നേ മൂന്നാർ ട്രിപ്പ് പോയ കണ്ണൻ നടക്കാൻ തുടങ്ങിയെന്നും അത് കണ്ടുപിടിക്കാൻ നമ്മുടെ മേഘൻ ഒരുപാട് കണ്ണൻ്റെ പിന്നാലെ നടന്നിരുന്നു. പക്ഷെ അതൊന്നും ഫലം കണ്ടില്ല. മാത്രമല്ല, ഇതിനിടയ്ക്കല്ലേ മഹാലക്ഷ്മി പ്രഗ്നൻ്റ് ആയതും കണ്ണൻ്റെ കുഞ്ഞല്ല അവളുടെ വയറ്റിലുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് ബന്ധം ഉപേക്ഷിച്ചത്. അതിൻ്റെയൊക്കെ പിന്നിൽ എന്തെങ്കിലും ചതിയുണ്ടോ എന്നറിയില്ല. എന്തായാലും മേഘൻ എന്തൊക്കെയോ തിരിച്ചറിഞ്ഞു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ കിടന്ന ആ വാടക കൊലയാളി നിനക്ക് ഓർമ്മയുണ്ടോ? കണ്ണനും മാർക്കോയും എല്ലാവരും കൂടി മലയ്ക്ക് പോകാൻ നേരത്ത് കണ്ണനെ തീർക്കാനായിട്ട് മേഘൻ പറഞ്ഞു വിട്ട ആ ഗുണ്ട, അവന് മാത്രമേ സത്യങ്ങൾ തിരിച്ചറിയുന്നുള്ളൂ. അവനിൽ നിന്നും സത്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് മേഘൻ ഒരുപാട് ശ്രമിച്ചിരുന്നു. ഇനി ശരിക്കും പറഞ്ഞാൽ മേഘൻ എന്തെങ്കിലും സത്യം തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ വെച്ച്, അതായത് ആ വാടക കൊലയാളിയിൽ നിന്നും അറിഞ്ഞിട്ടായിരിക്കുമോ കണ്ണനെ കൂട്ടിക്കൊണ്ടുപോയത്? എന്തായാലും നീ പിന്നാലെ നടക്കണടാ മോനെ എന്നൊക്കെ ഉപദേശിക്കുന്ന സമയത്ത് ഉണ്ണിയും ചില കാര്യങ്ങൾ ഉറപ്പിച്ച് തീരുമാനിക്കുന്നുണ്ട്. അതിൻ്റെ ആദ്യ പടി എന്നോണം അനന്തുവിൻ്റെയും ലേഖയുടെയും വീട്ടിലേക്ക് പോകുന്നുണ്ട്. കാരണം അനന്തുവും ലേഖയെന്ന് പറയുന്നത് കണ്ണൻ്റെ ഏറ്റവും ഉറ്റ സുഹൃത്തുക്കളായിരുന്നു. ആ ഉറ്റ സുഹൃത്തുക്കൾ തന്നെ കണ്ണേട്ടനെ വഞ്ചിച്ച ഒരു സ്ത്രീയെ വീട്ടിൽ താമസിപ്പിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ മറ്റെന്തോ കാര്യമുണ്ടെന്ന് ഉണ്ണിക്ക് തോന്നുന്നു. അങ്ങനെ എന്തായാലും അവരുടെയൊക്കെ രീതിയും ആ ഒരു ആറ്റിറ്റ്യൂഡ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഉണ്ണി അനന്തുവിൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നത്. അനന്തുവിൻ്റെ വീട്ടിൽ പതിവില്ലാതൊരു വണ്ടി വരുന്നത് കണ്ടിട്ട് അനന്തുവും ലേഖയും മഹാലക്ഷ്മി ആരാണെന്നുള്ള രൂപത്തിൽ അതിശയിച്ച് നോക്കി നിൽക്കുമ്പോഴാണ് ഉണ്ണിയാണെങ്കിൽ കാറിൽ നിന്ന് വന്നിറങ്ങുന്നത്. ഉണ്ണിയെ കണ്ടതും അവരെല്ലാം ആദ്യം ഒന്ന് അതിശയിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഇവ ഇങ്ങോട്ടേക്ക് വന്നത്? സാധാരണ അങ്ങനെ വരാറുള്ളതല്ലല്ലോ. ഇപ്പോൾ എന്തെങ്കിലും കാര്യം പറയാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് വ്യക്തമായിട്ട് അറിയാം. അങ്ങനെ ഉണ്ണി വന്ന് പറയുന്നുണ്ട് മഹാലക്ഷ്മിയോട്, എന്തായാലും എൻ്റെ കണ്ണേട്ടൻ്റെ ജീവിതം നിങ്ങളായിട്ട് തകർത്തു. അങ്ങനെയുള്ള നിങ്ങൾ ഒരു കാരണവശാലും എൻ്റെ കണ്ണേട്ടൻ്റെ സ്വത്തുവകകൾ പേരിൽ കൂട്ടി വെച്ചിരിക്കുന്നത് ഞങ്ങൾക്കാർക്കും ഇഷ്ടമല്ല. അന്തസ്സുള്ള ഒരു സ്ത്രീയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും കണ്ണേട്ടനിൽ നിന്നും നിങ്ങൾ മേടിച്ചു വെച്ചിരിക്കുന്ന സ്വത്തുക്കളെല്ലാം തിരികെ നൽകണം. നിങ്ങൾക്ക് നാണമില്ലേ മറ്റൊരാളുടെ അധ്വാനത്തെ ചൂഷണം ചെയ്യാൻ എന്ന് ചോദിക്കുന്ന സമയത്ത് മഹാലക്ഷ്മി പറയുന്നു, എനിക്ക് സൗകര്യമില്ല. അദ്ദേഹം എനിക്ക് സ്വത്തുക്കൾ തന്നിട്ടുണ്ടെങ്കിൽ അത് തിരികെ ചോദിക്കാനുള്ള അധികാരവും അദ്ദേഹത്തിന് മാത്രമേ ഉള്ളൂ. നീ അത് ചോദിക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങോട്ടേക്ക് വന്നത്? എന്തായാലും നിൻ്റെ ഐഡിയ കൊള്ളാടാ.
നിന്റെ അമ്മായിയച്ഛനോ ഭാര്യയോ അമ്മയോ പറഞ്ഞിട്ടാണോ സ്വത്തുക്കൾ ചോദിക്കാൻ വേണ്ടിയിട്ട് നീ ഇങ്ങോട്ടേക്ക് വന്നത്? അതോ നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരോ? എന്തായാലും നടക്കാൻ പോകുന്നില്ലെന്ന് നമ്മുടെ അനന്തു ആണെങ്കിൽ ശക്തമായിട്ട് ഉണ്ണിയുടെ മുഖത്ത് നോക്കി പറയുന്നു. പക്ഷേ മഹാലക്ഷ്മിയുടെ മുഖത്തെ ആ ഒരു തൻ്റെടവും ആ ഒരു കോൺഫിഡൻസ് ഒക്കെ കണ്ടിട്ട് ഉണ്ണിക്ക് ചെറിയ സംശയം തോന്നുന്നുണ്ട്. അങ്ങനെ ആദ്യ പടി കംപ്ലീറ്റ് ചെയ്തു. രണ്ടാമതിനി കണ്ണൻ്റെ മനസ്സറിയാൻ വേണ്ടിയിട്ട് കണ്ണൻ്റെ സ്ഥാപനത്തിലേക്ക് തന്നെ പോകുന്നു. ഓഫീസിലിരിക്കുന്ന കണ്ണനെ കാണാനായിട്ട് ഉണ്ണി ചെല്ലുമ്പം കണ്ണനാണെങ്കിൽ അതിന് മുമ്പേ തന്നെ അറിഞ്ഞിരുന്നു അനന്തുവിൻ്റെയും ലേഖയുടെയും വീട്ടിൽ മഹാലക്ഷ്മിയെ കാണാൻ വേണ്ടിയിട്ട് ഉണ്ണി പോയെന്നും സ്വത്തുക്കൾ തിരികെ ആവശ്യപ്പെട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടിരിക്കുമായതുകൊണ്ട് അതിനെപ്പറ്റി എന്തെങ്കിലും പറയാൻ തന്നെയായിരിക്കും ഉണ്ണി വന്നതെന്ന് ഊഹിക്കുന്നു. അങ്ങനെ ഉണ്ണിയാണെങ്കിൽ ആ ഒരു കാര്യം പറയുന്നുണ്ട്. ഞാൻ അനന്തുവേട്ടൻ്റെ വീട്ടിൽ പോയി അവരെ കണ്ട് സ്വത്തുക്കൾ തിരികെ ചോദിക്കാൻ ചെന്നതാണ്. പക്ഷെ അവർ തിരികെ തരാൻ തയ്യാറല്ലെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുക. ഇനി ഒരേ ഒരു മാർഗമേ നമ്മുടെ മുമ്പിലുള്ളൂ, അവരിൽ നിന്നും സ്വത്തുക്കൾ തിരികെ സ്വന്തമാക്കണമെങ്കിൽ. അപ്പോൾ കണ്ണൻ ചോദിക്കുന്നുണ്ട്, നീ എന്താ ഉദ്ദേശിക്കുന്നത്? നമുക്ക് ആ സ്ത്രീയെ തീർക്കണം. അധികം താമസിക്കാതെ മഹാലക്ഷ്മി എന്ന് പറയുന്ന സ്ത്രീയെ തീർത്താൽ മാത്രമേ സ്വത്തുക്കൾ തിരികെ സ്വന്തമാക്കാൻ പറ്റൂ എന്ന് പറയുന്നതും കണ്ണൻ്റെ മുഖത്തെ ആ ഒരു ഞെട്ടലും വിഷമവും ടെൻഷനും വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് ഉണ്ണി. അപ്പോൾ ഉണ്ണി വിചാരിക്കുന്നത് പോലെ ഉണ്ണി സംശയിക്കുന്നതും സത്യമാണെന്നുള്ളൊരു ഭാവം കണ്ണൻ്റെ മുഖത്ത് വന്നതോടെ ഉണ്ണിയുടെ സംശയം കൂടുതൽ ശക്തമാകുന്നു. അങ്ങനെ അധികം താമസിക്കാതെ ഉണ്ണി ഈ കള്ളക്കളി കണ്ടുപിടിക്കാൻ എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ആ സമയത്തായിരിക്കും മേഘൻ കോമയിൽ നിന്നും റിക്കവറായിട്ട് വരുന്നത്. അതോടെ സത്യങ്ങളെല്ലാവരും തിരിച്ചറിയുന്ന ആ ഒരു നിമിഷം എന്തൊക്കെയായി തീരുമെന്ന് കാത്തിരുന്ന് കാണാം.